ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ആൻഡ് ലെഡ്. ഇന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട അടുത്ത നിയമത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പോക്സോ ആക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് 2012. അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ആരോപണത്തിൽ നിന്നും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഉപദ്രവം മാത്രമല്ല, ഓൺലൈൻ വഴി അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുന്നത് വഴിയുള്ള ഒഫൻസ് കൂടി വരും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കുട്ടിയെ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരാൾ ഇൻസ്റ്റാഗ്രാം വഴി നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മെസ്സേജ് എന്ന് പറയുന്നത് അശ്ലീല ചൊവ്വയോടുകൂടിയുള്ള മെസ്സേജാണ്, അശ്ലീല വീഡിയോസാണ്, അശ്ലീല സന്ദേശങ്ങളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോക്സോ ആക്ടിന് കീഴിൽ വരുന്ന ഒരു കേസാണ്. ആ കുട്ടിക്ക് അയാളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരാൾ അശ്ലീല ചൊവ്വയോടുകൂടി സന്ദേശങ്ങൾ അയക്കുന്നതും ഓൺലൈൻ വഴി ആ കുട്ടിയെ ഒരു അശ്ലീല അല്ലെങ്കിൽ ലൈംഗിക ഒരു ചൊവ്വയോടുകൂടി അല്ലെങ്കിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ആ കുട്ടിയെ സമീപിക്കുന്നതും ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലതയോടുകൂടി സംസാരിക്കുന്നതും എല്ലാം തന്നെ ഈ പോക്സോ ആക്ടിന് കീഴിൽ വരും. ഇതിനുവേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുമായിട്ട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കുട്ടിക്ക് യാതൊരു പേടിയുമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുന്നതിന് വേണ്ടി അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഓൺലൈൻ സൗഹൃദങ്ങളുമായി കുട്ടിയുടെ ഓൺലൈൻ സൗഹൃദങ്ങളെക്കുറിച്ച് തീർച്ചയായും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്, കുട്ടികളെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത പെരുമാറ്റമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വേറെ ഒന്നും ധരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരാതിപ്പെടാനും പോലീസ് സ്റ്റേഷനിലേക്കോ അവരുടെ ഏതാണ് സേഫ് സോൺ അതിലേക്ക് അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഫോൺ ഉപയോഗിക്കുന്നതും ഓൺലൈനിലൂടെയുള്ള സൗഹൃദങ്ങളും എല്ലാം തെറ്റാണ് എന്നല്ല, പക്ഷെ അത്തരം കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക. കുട്ടികളുടെ സംരക്ഷണം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം വീഡിയോസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ബൈ ബൈ പറ.